എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മട്ടാഞ്ചേരി സബ് ജില്ലാ സമ്മേളനം KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മട്ടാഞ്ചേരി സബ് ജില്ലാ സമ്മേളനം KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ അധ്യാപകരുടെ പ്രവർത്തനങ്ങൾ സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ മാതൃകാ പ്രവർത്തനമാണെന്നും കലോത്സവവും സ്പോർട്സ് ശാസ്ത്രമേളയിൽ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തത്തോടെ ഭംഗിയായി ചെയ്യുന്നവരാണെന്നും നേരിട്ട് ഇത് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. മാഷ് എന്താണ് പഠിപ്പിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. മാഷ് ആണെന്നറിയാം, സാധക ടീച്ചറാണെന്നറിയാം. മാഷ് പഠിക്കുന്നത് എനിക്കറിയില്ല. കാരണം മാഷിൻ്റെ ഇടപെടലും പ്രവർത്തനം അങ്ങനെയായിരുന്നു. എല്ലാ മേഖലയിലും മാഷ പഠിക്കും. എല്ലാ മേഖലയിലും ചെന്ന കുട്ടികളുടെ എല്ലാ മേഖലയിലും മാഷ പഠിക്കും. ഇപ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കലോത്സവം വന്നാലും നമ്മുടെ സബ് ജില്ലയുടെ എന്തെങ്കിലും പ്രോഗ്രാം അത് മാഷ അതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ട് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ മാഷ് എന്താണെന്ന് നമുക്ക് മാഷ പഠിപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ മാഷ് ഈ നോമ്പ് വരുമ്പോൾ കുറേ കുട്ടികളെ വിളിച്ചിട്ട് കുറേ കിറ്റൊക്കെ കൊടുക്കും മാഷ്. ചിലപ്പോൾ ഓണം വരുമ്പോൾ എല്ലാവരും വിളിപ്പിക്കും മാഷ്. ചിലപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ വിളിപ്പിക്കും. അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയാണ് മാഷിന്. അന്ന് കുട്ടികളെയൊക്കെ ചെറിയ കുട്ടികളെയും ഒക്കെ സഹായിക്കുന്ന കാര്യത്തിൽ മാഷ പങ്ക് പങ്കുവയ്ക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഒരുപാട് സഹായം മാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ മാഷ് ഒരു അധ്യാപകനപ്പുറം ഒരു പ്രകൃതി സ്നേഹം കൂടി എനിക്കറിയാം. ഈ കുട്ടികളിലേക്ക് കൃഷിപാഠം എത്തിക്കണമെന്ന് പറഞ്ഞ് മാഷ് ഭയങ്കര പ്രശ്നമായിരുന്നു. അത് പാഠ്യ വിഷയത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷിമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ എപ്പോഴും പോയി മാഷാണ്. അവസാനം വിദ്യാഭ്യാസ മന്ത്രി സമ്മതിച്ചു കുട്ടികൾക്ക് പാഠ്യദർശനത്തിൻ്റെ ഭാഗമായിട്ട് കൃഷിയിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ഇടപെടലിൻ്റെ ഒരാളാണ് സുബൈർ സാർ എന്ന് പറയുന്നത്. സാർ ഒരു വലിയ എന്താ പറയുന്നത് വലിയൊരു മനുഷ്യ സ്നേഹിയാണ്. ആർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അവർ ഓടിയെത്തുകയും ചെയ്യുകയും. അധ്യാപക ജോലിയിൽ നിന്നും വിരമിക്കുന്ന ഫോർട്ട് കൊച്ചി സാന്റാക്രൂസ് LP സ്കൂളിലെ അറബി അധ്യാപകനും KTF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും എറണാകുളം ജില്ലാ പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്ററുമായ PM സുബൈർ, പള്ളുരുത്തി SPD LP സ്കൂളിലെ അറബി അധ്യാപികയും KTF വനിതാ വിംഗ് കൺവീനറുമായ റൈഹാനത്ത് എന്നിവർക്ക് സമ്മേളനത്തിൽ യാത്രയയപ്പ് നൽകി. വിരമിക്കുന്ന അധ്യാപകർ സ്കൂളുകളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമാകണമെന്ന് അധ്യക്ഷനായിരുന്ന കൊച്ചി നഗരസഭ സ്ഥിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് പറഞ്ഞു. അധ്യാപകരും സാമൂഹ്യ കടപ്പാടും എന്ന വിഷയത്തെക്കുറിച്ച് MMOHSന്റെ മാനേജർ സിയാദ് ഹുസൈൻ മുഖ്യ പ്രഭാഷണം നടത്തി. ചലിക്കുന്ന അധ്യാപകർക്ക് ചലിക്കുന്ന സ്കൂൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന വിഷയത്തെക്കുറിച്ച് ഹെഡ്മിസ്ട്രസും റിസോഴ്സ് പേഴ്സണുമായ സുമയ്യ ക്ലാസ് എടുത്തു. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിൽ KTF ജില്ലാ ട്രഷറർ ത്വാഹ നേതൃത്വം നൽകി. യോഗത്തിൽ അഷ്റഫ് അലി സ്വാഗതം പറഞ്ഞു. അബ്ദുൽ ഗനി, ജമീല AP, റുബീന P, ഉനേഷ് TY, സഹൽ അലി എന്നിവർ സംസാരിച്ചു. ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു മാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബിക്കിൽ, എസ്പെഷ്യലി അറബിക്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളായി നമുക്ക് അറബി ഭാഷ വെറും ഭാഷയല്ല, മറിച്ച് അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത വരുന്ന നമുക്ക് സംസാരിക്കാവുന്ന ഒരു ഭാഷയിൽപ്പെട്ടതാണ് അറബി. അത്തരം ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ, ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ടാണ് അവർ ഒരു സമൂഹത്തിന് വേണ്ടിയാണ് അവരെല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാഷിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കാണുമ്പോൾ ഒരു സ്കൂൾ മാനേജർ എന്നുള്ള രൂപത്തിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇവിടെ ലഭ്യമായില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാന കലോത്സവത്തിൽ അറബി സംഘഗാനത്തിന് A ഗ്രേഡ് നേടിയ ആസിയാബായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി. KTF നടത്തിയ മാഗസിൻ നിർമ്മാണത്തിൽ LB വിഭാഗത്തിൽ ജില്ലയിൽ നിന്നും 1ാം സമ്മാനം നേടിയ MMOLPS വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉപഹാരം നൽകി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.